നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഖലീഫ. നമ്മുടെ പൃഥ്വിരാജാണ് നായകനായിട്ടെത്തുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ലാലേട്ടനും വളരെ പ്രധാനപ്പെട്ട റോളിൽ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. പിന്നെ ഇന്ദ്രൻസ്, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് ഇത് വരുന്നത്. ഇനി റിലീസിന് 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈ വരുന്ന 20-ാം തീയതി ഓണം റിലീസായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അയാം ഗെയിമും ഖലീഫയും ക്ലാഷ് റിലീസായിട്ടാണ് എത്താനിരുന്നത്. അടുത്ത മാസം 3-ാം തീയതിയാണ് അയാം ഗെയിമിൻ്റെ റിലീസിംഗ് വെച്ചിരിക്കുന്നത്. ജിനു വി എബ്രഹാം ആണ് റൈറ്റർ, ജേക്സ് ബിജോയ് ആണ് മ്യൂസിക്. എന്തായാലും ഇതിൻ്റെ ഒരു ട്രailer ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ട്രailer ഒന്ന് കണ്ടു നോക്കാം, എങ്ങനുണ്ട് നമ്മുടെ ഖലീഫയുടെ ട്രailer എന്നുള്ളത്. ഇന്ദ്രൻ കഥ കഥ ഇയാൾക്കൊരു രഹസ്യമുണ്ട്. അത്ര വേഗം മറക്കാൻ കഴിയാത്തൊരു രഹസ്യം. കൊഫേഫോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ അല്ലേ? കിട്ടണം എന്റെ കൺമുമ്പ്. പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ നമുക്കിടയിലുണ്ടായിരുന്ന പൊതുനിരുന്നു. ഈ ഓണം മൂടൊക്കെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ഇത്ര ആക്ഷൻ സിനിമകൾ തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. എന്തായാലും സാധനം കൊള്ളാം. ഒരിടത്ത് കിടന്നു ഞാൻ ഓണം എന്റെ ചോരയ്ക്ക് ഒരു ഒന്നാന്തരം സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്ക് അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുത്. എന്റെ തന്നോട് പറയാം. നീ എവിടെ എത്തിച്ചെടുക്കുന്നു ഞാൻ ആഗ്രഹിച്ചോ? മോനിഷ അവിടെയാണ് പണിക്കാർ. ജേക്സ് ബിജോയ് അതിനുള്ളിൽ നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിടെ കുറയാതെ അവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇത് അടുത്തത് കിട്ടും. ഇതിങ്ങനെ ഭീഷണിയൊന്നും അല്ല സാറേ. ഖലീഫ പാർട്ട് 1. ഖലീഫ പാർട്ട് 1. അപ്പൊ ഇനി ഇതിന്റെ സെക്കൻഡ് ഉണ്ടാവുക. അവസാനത്തെ കൈയില്ലേ, വിരലുകൾ പോലും അഭിനയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ വിരലാണ് ആ കാണിക്കുന്നത്. ഒരു മോതിരമൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. സംഭവം എന്തായാലും നൈസ് ട്രailer-ആട്ടോ. കാരണം ഈ ഒരു ഓണം ഒന്ന് കൊഴിപ്പിക്കാൻ പറ്റിയ ഒരു ഫുൾ ആക്ഷൻ സിനിമ ആയിട്ടാണ് ഈ ഒരു ട്രailer കാണുമ്പോൾ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച ഈ വൈശാഖിൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയ ഒരു മാറ്റം വരുന്നത്. ഇപ്പോൾ ട്രailer കണ്ടിട്ടൊന്നും നമുക്കൊരു സിനിമയെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആമിർ അലിയോ അങ്ങനെ എന്താണെന്നാണ് തോന്നുന്നത്. എന്താണ് ലാലേട്ടൻ ഇതിനകത്ത് ആരായിരിക്കും? കാരണം പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ പൃഥ്വിരാജ്, സെക്കൻഡിൽ ലാലേട്ടൻ, അങ്ങനെ വല്ലതും ആണോ? എന്തോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് വിചാരിക്കാമല്ലോ അല്ലേ. ഒന്നില്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫാദറായിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ലാലേട്ടൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു അണ്ടർവേൾഡ് കിങ് ആയിട്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ലാലേട്ടൻ ഇതിനകത്ത് എത്താൻ പോകുന്നത്. സംഭവം ഈ ഓണം പൊളിക്കാനായിട്ടുള്ള വകകൾക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ജേക്സ് ബിജോയിൻ്റെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ക്യാമറ കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി ട്രailer-ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഓണം പൊളിക്കട്ടെ അല്ലേ. 2 ദിവസം കൂടെ കാത്തിരിക്കാം. ആദ്യ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയുടെ റിവ്യൂ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് പൃഥ്വിരാജിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് വൈശാഖും പൃഥ്വിരാജും ഒന്നിച്ച സിനിമ പോക്കിരിരാജാണെന്നാണ് തോന്നുന്നത്. ആണല്ലോ അല്ലേ.
അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ ഖലീഫ ട്രailer എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത് നമ്മൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ മുമ്പിലെത്തും.